നമസ്കാരം. സംസ്ഥാനത്ത് തുലാവർഷം കലിതുള്ളുന്നു. അറബിക്കടലിലെ തീവ്ര ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്താൽ വരും ദിവസങ്ങളിലും വിവിധ ജില്ലകളിൽ മഴ ശക്തമായി തുടരും. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ടുമാണ്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴ ലഭിക്കും. ഏറ്റവും പുതിയ റഡാർ ചിത്രപ്രകാരം തിരുവനന്തപുരം, കൊല്ലം, എറണാകുളം ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടത്തരം അല്ലെങ്കിൽ ശക്തമായ മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു. അടുത്ത 3 മണിക്കൂറിൽ പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, തൃശൂർ ജില്ലയിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും മറ്റെല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടത്തരം മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണമെന്നും നിർദ്ദേശമുണ്ട്. നദീതീരങ്ങൾ, അണക്കെട്ടുകളുടെ താഴെയുള്ള പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ കഴിയുന്നവരും നിർദ്ദേശമനുസരിച്ച് മാറണം. ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. 24 മണിക്കൂറിനിടെ 115.6 മില്ലിമീറ്റർ മുതൽ 204.4 മില്ലിമീറ്റർ വരെ മഴ ലഭിച്ചേക്കാം. കേരളം, കർണാടക തീരങ്ങളിലും സമുദ്രഭാഗങ്ങളിലും ലക്ഷദ്വീപ് തീരത്തും മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 60 കിലോമീറ്റർ വരെയും വേഗത്തിൽ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. 27 വരെ ഈ പ്രദേശങ്ങളിൽ മത്സ്യബന്ധനം പാടില്ലെന്നും അധികൃതർ നിർദ്ദേശിക്കുന്നു. അറബിക്കടലിലും ബംഗാൾ ഉൾക്കടലിലും തീവ്ര ന്യൂനമർദ്ദം രൂപപ്പെടുന്ന സാഹചര്യത്തിലാണ് കേരളത്തിലെ മഴ ഭീഷണി ശക്തമാകുന്നത്. അടുത്ത 24 മണിക്കൂറിൽ അറബിക്കടലിലെ തീവ്ര ന്യൂനമർദ്ദവും ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദവും നിർണായകമാണ്. ഈ സാഹചര്യത്തിൽ കേരളത്തിൽ അടുത്ത ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണുള്ളത്. നാളെ മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ അതിശക്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും പ്രവചനമുണ്ട്. തുലാവർഷം ഔദ്യോഗികമായി ആരംഭിച്ച് ഒരാഴ്ച പിന്നിട്ടപ്പോൾ കാലാവസ്ഥാ വകുപ്പിന്റെ കണക്ക് പ്രകാരം സംസ്ഥാനത്ത് 37% അധിക മഴ ലഭിച്ചു. കേരളത്തിൽ തുലാവർഷം എന്നറിയപ്പെടുന്ന വടക്കിഴക്കൻ കാലവർഷത്തിൽ മഴ പെയ്യുന്ന രീതി ഇക്കുറി ഇതുവരെ പതിവ് രീതിയിലല്ലെന്ന് വിദഗ്ധർ പറയുന്നു. സാധാരണ ഉച്ചയ്ക്ക് ശേഷം ഇടിയോടുകൂടി ഉണ്ടാകുന്ന തുലാവർഷം ഇത്തവണ രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ കാലവർഷം കണക്കെ പെയ്യുകയാണ്. വടക്കൻ ജില്ലകളിലും മധ്യ ജില്ലകളിലുമാണ് മഴ തകർത്ത് പെയ്യുന്നത്. ഇടുക്കിയിലും കോഴിക്കോടും മലപ്പുറത്തും മഴ കനത്ത നാശനഷ്ടം വരുത്തുകയും ചെയ്തു. അറബിക്കടലിലെ ന്യൂനമർദ്ദമാണ് മഴയുടെ പാറ്റേണിലെ വ്യതിയാനത്തിന് കാരണമെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന മഴ വരും ദിവസങ്ങളിലും തുടരും. അതേസമയം തുലാവർഷം എത്തിയപ്പോൾ തുടക്കത്തിൽ തന്നെ അതിതീവ്ര മഴയാണ് ഇടുക്കി ജില്ലയിലെ മലയോര മേഖലകളിൽ പെയ്തിറങ്ങിയത്. തുലാമാസം 1-ാം തീയതി രാത്രിയോടെ ആരംഭിച്ച ശക്തമായ മഴയ്ക്ക് ശമനമുണ്ടായത് പിറ്റേന്ന് രാവിലെയോടെയായിരുന്നു. ഇതേ തുടർന്ന് വെള്ളം കയറാത്ത പലയിടങ്ങളിലും വെള്ളം കയറിയും ഉരുൾപൊട്ടിയും മരങ്ങൾ കടപുഴകിയും വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചിരുന്നു. വൈദ്യുതി തടസ്സത്തിന് പിന്നാലെ പ്രധാനപ്പെട്ട റോഡുകളിലെല്ലാം തന്നെ ഗതാഗത തടസ്സവും ഉണ്ടായി. ഏറ്റവും കൂടുതൽ നാശം സംഭവിച്ചത് പീരുമേട്, കുമളി, കട്ടപ്പന, നെടുങ്കണ്ടം, തൂക്കുപാലം മേഖലകളിലായിരുന്നു. ഇവിടങ്ങളിൽ നിരവധി വീടുകൾ ഭാഗികമായും പൂർണ്ണമായും തകർന്നു. ഏക്കർ കണക്കിന് കൃഷിയിടങ്ങൾ ഒലിച്ചു പോവുകയും ചെയ്തു. ഏലം, ഏത്തവാഴ തുടങ്ങിയ കൃഷികളാണ് ഏറ്റവും കൂടുതൽ നശിച്ചത്. തൂക്കുപാലം, താന്നിമൂട്, നെടുങ്കണ്ടം മേഖലകളിൽ വെള്ളപ്പൊക്കത്തിന് കാരണമായത് കല്ലാർ അണക്കെട്ട് തുറക്കുന്നതിലെ കാലതാമസമായിരുന്നുവെന്നാണ് പറയപ്പെടുന്നത്. ചെറു അണക്കെട്ടുകളെല്ലാം നിറഞ്ഞിരിക്കുന്ന അവസ്ഥയാണ്. ഇടുക്കി അണക്കെട്ടിലെ ജലനിരപ്പ് 2385 അടിയിലെത്തിയിരിക്കുകയാണ്. 15 അടി കൂടി ഉയർന്നാൽ അണക്കെട്ട് തുറക്കേണ്ടി വരുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. മുല്ലപ്പെരിയാറിൻ്റെ കാര്യമെടുത്താൽ 136 അടി എന്നത് 139 ആയിട്ടാണ് ഉയർന്നിരിക്കുന്നതെന്നാണ് വിവരം. സ്പിൽവേയിലെ 13 ഷട്ടറുകളും തുറന്നെങ്കിലും ജലനിരപ്പ് കാര്യമായി കുറഞ്ഞിട്ടില്ല. മുല്ലപ്പെരിയാറിൻ്റെ താഴ്വര പ്രദേശങ്ങളായ വള്ളക്കടവ്, വണ്ടിപ്പെരിയാർ മേഖലകളിലെ ചില വീടുകളിൽ വെള്ളം കയറിയെന്നത് ഒഴിച്ചാൽ വലിയ നാശനഷ്ടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നതും ആശ്വസിക്കാം. തുലാവർഷത്തിൽ തീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ടെന്നുള്ള മുന്നറിയിപ്പ് മലയോര മേഖലകളിൽ ആശങ്കയുണർത്തിയിരിക്കുകയാണ്.